ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് റാഗിയാണ്. ഞാനിപ്പോൾ ഇവിടെ റാഗി ഒന്ന് കഴുകി ഒരു 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനിൽ കൂടി ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം. മാക്സിമം ജ്യൂസ് വരുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതൊന്ന് പ്രസ് ചെയ്തൊന്ന് അരിച്ചെടുക്കാൻ. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതും കൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണം നെയ്യാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ടിൻ്റെയും റാഗിയുടെ ആ ഒരു ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് കുറുക്കിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ശർക്കരയും ചേർത്തത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന വരെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്നതിനായിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് വാഴയില ഒന്ന് വെച്ചിട്ടുണ്ട്. വാഴയില ഇല്ലെങ്കിൽ അല്പം നെയ്യ് ഒന്ന് തേച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റാഗിയും ബീട്രൂട്ടൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.